ഇതെന്റെ സ്വന്തം ഷൗക്കത്ത് അലി ഇക്ക, ഇതെന്റെ സ്വന്തം ഹംസക്ക. രണ്ടും നല്ല ചുള്ളം പയ്യന്മാരല്ലേ? അതെ. ഓൾ റൈറ്റ്. അപ്പൊ എന്തായാലും ഹംസക്ക എവിടുന്നാ വരുന്നേ? ഞാന് എന്റെ ജന്മദേശം വയനാടാണ്. ഞാനിപ്പോ താമസിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയിലാണ്. പരപ്പനങ്ങാടി. നൈസ്. നിങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്ത് നിന്നാണോ വരുന്നേ? അല്ല, ഞാന് വയനാട്ടിൽ നിന്ന് തന്നെയാണ്. വയനാട്ടിൽ. നിങ്ങൾ സ്റ്റേജ് പെർഫോമൻസ് ആണെന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട് ഒരു കാലത്ത് എന്ന് പറയാം. കാരണം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവര് കുറച്ച് ആൾക്കാര് ഗൾഫിൽ പോയി. ഇവന് എന്നെ പറ്റിച്ചിട്ട് മലപ്പുറത്തേക്കും അതിന്റെ ഇടയ്ക്ക് അതോടുകൂടി ആ ചങ്ങലാണ്ട് പൊട്ടി. ഈ വയനാട്ടില് ശരിക്കും എവിടെയാ സ്ഥലം? വയനാട്ടില് എന്ന് പറഞ്ഞാൽ ഇത് ചിരിയുടെ വലിയൊരു സന്തോഷത്തിന്റെ ഒരു വേദിയാണെങ്കിലും ചിരിക്ക് പുറകിൽ ഒരു സങ്കടവും കൊണ്ടായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഒരു വലിയ ദുരന്തത്തിന് സാക്ഷിയാകേണ്ടി വന്ന ഈ നമുക്കറിയാവുന്ന ചൂരൽമല എന്ന് പറയുന്ന മേപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് ഈ കഴിഞ്ഞ വർഷം ജൂലൈ 30 രാത്രി 11 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എൻ്റെ വീടിൻ്റെ അവിടുന്ന് ഒരു ലേറ്റ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 5 കിലോമീറ്റർ ഇങ്ങനെ കാണാം ഇതിങ്ങനെ മലകളൊക്കെ ഇങ്ങനെ കാണാം. പിന്നെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വലിയ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, അത് നമ്മളെ അടുത്തേക്ക് ഇങ്ങനെ വരുന്ന ഒരു ശബ്ദം. ഈ ഒരു ചെറിയ തരിപ്പ്, ഈ റോഡ് ഇഞ്ചിനൊക്കെ പോകുമ്പോൾ ഒരു തരിപ്പ് ഉണ്ടാവും, അത്. പിന്നെ ചെറിയൊരു കാറ്റ്, പിന്നെ ഒരു സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഈ ഇഞ്ചി മഞ്ഞളിൻ്റെ ഒക്കെ ഒരു സ്മെല്ല്. അപ്പോഴാണ് എൻ്റെ മരുമോള് പിന്നെ അവിടുന്ന് മോന് വിളിക്കുന്നു, മൂത്ത മോന് വിളിച്ചിട്ട് പറഞ്ഞു, ഉപ്പച്ചി ചൂരൽമലയും മുണ്ടക്കൈയും ഒക്കെ പോയി ഉപ്പച്ചി എന്നുണ്ട്. ഞങ്ങൾക്കാണ്ട് വരാൻ വയ്യ, കാരണം പിന്നെ എല്ലാം ഒലിച്ചു പോവുകയാണ്. അതിൽ ചാടി ഒരുത്തനെ ഇപ്പോൾ രക്ഷപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് പറയുന്നത്. എന്തായാലും രാവിലെ ആകാതെ ഒന്നും ചെയ്യാൻ വയ്യ എന്നുള്ള അവസ്ഥ. ഈ ചൂരൽമലയും മറ്റേ മുണ്ടക്കൈയൊക്കെ യോജിപ്പിക്കുന്ന വലിയ പാലം അതൊന്നായിട്ട് ആദ്യം ഒലിച്ചു പോയപ്പോൾ ആർക്കും അങ്ങോട്ട് പോകാൻ വയ്യാത്ത ഒരവസ്ഥയായി. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ. രാവിലെ എല്ലാവരും ഇവരെ രക്ഷപ്പെടുത്താമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞു. 10, 11, 12 3 വാർഡുകൾ കംപ്ലീറ്റ് തുടച്ചു നീക്കി ആണ്ട് കൊണ്ടുപോയി. അതിൽ എൻ്റെ അനുജൻ്റെ മകള്, കുട്ടി, പിന്നെ അവളെ ഭർത്താവ്, അവളെ പിന്നെ ഉപ്പ, ഉമ്മ, അമ്മോസൻ, അമ്മായിമ്മ, ഇവരെല്ലാവരും കൂടി ആ പൂക്ക് പോയതാ. പിന്നെ അവിടെ ചെന്ന് മരൂപിയാണ് കാണുന്നത്. പിന്നെ എൻ്റെ അനിയൻ്റെ കുട്ടീനെ കിട്ടിയത് പകുതിയായിട്ടാണ്. അത് 5 കിലോമീറ്റർ അപ്പുറത്ത് പോത്തുകല്ല് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് കിട്ടുന്നത്. മരുമാനെ കിട്ടുന്നത് ഈ തോട് വേറൊരു വഴിക്ക് പോയിട്ട് അവിടെ കിട്ടുന്നു. ഇവിടെ ഒരു ചെറിയ പൊട്ട് മാത്രമേ ഉള്ളൂ, പക്ഷെ മരിച്ചിരുന്നു. പക്ഷേ കുഞ്ഞിനെ കിട്ടുമോ എന്നുള്ള ഒരു 4 ദിവസം ഇവർ തിരഞ്ഞു നോക്കി. അപ്പോൾ ഓരോ കുട്ടീനെ കൊണ്ടുവരുമ്പോൾ ഇതാ ഒരു കുട്ടീനെ കിട്ടിയിട്ടുണ്ട് വേഗം വാ എന്ന് പറയുമ്പോൾ എൻ്റെ അനിയൻ ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഒരു കുട്ടീൻ്റെ 2 കയ്യുമില്ല. അങ്ങനെ ഓരോ തരത്തിലുള്ള കുട്ടികളെ ഞാൻ കാണുന്നത്. കാരണം ചീർത്തിട്ട് കുറേ വലുതായിട്ടുള്ള കുട്ടികളെ. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ അത് നമുക്ക് വലിയൊരു പാടാണ്. ഈ കൈ, കാല്, ഈ അവയവങ്ങൾ ഇതൊക്കെ മറവ് ചെയ്തിട്ട് സർവ്വമത പ്രാർത്ഥന, എല്ലാവരും കൂടി സർവ്വമത പ്രാർത്ഥനയോടുകൂടിയാണ് ഇത് അടക്കം ചെയ്തത്. എല്ലാ കബറിലും എല്ലാ ശ്മശാനങ്ങളിലൊക്കെ നമ്മളെ പേരുണ്ടാവൂലേ, പക്ഷെ ഇവിടെ നമ്പറുകളാണ്. A1, A2, A3, A4. മതമില്ല, ജാതിയില്ല, ഒന്നുമില്ല, ആണില്ല, പെണ്ണില്ല, എല്ലാ പീസുകൾ മാത്രം. അതിലൊന്ന് DNA ടെസ്റ്റ് വന്നപ്പോൾ എൻ്റെ അനുജൻ്റെ പേരക്കുട്ടിയാണെന്നുള്ളത് മനസ്സിലായത്. അവരുമ്മയാണെന്നൊക്കെ മനസ്സിലായി. അങ്ങനെ അവിടെ ചെന്നിട്ട് പ്രാർത്ഥനയൊക്കെ ചെയ്തു. പിന്നെ അവരുടെ കുടുംബത്തിൽ നിന്നും പോയിട്ടുണ്ട് ഒരു 10-15 എണ്ണം. ചേച്ചി, ഈ പിന്നെ അതിരുതർക്കം എൻ്റെ ഈ ഫോണിലുണ്ട്. ആ അതിരുതർക്കത്തിന് പിന്നെ അവിടുത്തെ കമ്മിറ്റിക്കും പോലീസിനൊക്കെ കൊടുത്തൊരു പരാതിൻ്റെ ഇതിലുണ്ട്. ഒരു അലമാര ഒലിച്ചു വന്നപ്പോൾ അതിൽ ബുക്കും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിന് ഈ തർക്കത്തിൻ്റെ ഈ ലെറ്റർ മാത്രമേ കിട്ടി. അതെൻ്റെ അടുത്തുണ്ട്. അതിരുമില്ല, വാദിയില്ല, പ്രതിയില്ല, ആ സ്ഥലം ഒന്നും, ലെറ്റർ മാത്രം ബാക്കിയായി. അതിനു വേണ്ടി തർക്കിക്കുന്നവർക്കുള്ള ഒരു വലിയ പാടാണ്. അനവധി പാഠങ്ങൾ നമുക്ക് പഠിക്കാനുള്ള വലിയൊരു ദുരന്തം. ആ ദുരന്തത്തിൽ നിന്ന് 1500ഓളം കുടുംബങ്ങളെ വഴിയാധാരമാക്കുകയും 400ഓളം ആളുകൾ മരിക്കുകയും ഇനിയും 50ഓളം ആളുകളെ
കിട്ടാനുണ്ട്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നു, അതിന്റെ സന്തോഷത്തിലാണ് നമ്മൾ. അത് സത്യം പറയാ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. നിങ്ങളുടെ വിൽ പവർ, നിങ്ങളുടെ ആ ഒരു എനർജി ഭയങ്കര. ഹംസക്ക മറക്കൂ കേട്ടോ, മറക്കുക, മറന്നേ തീരൂ അല്ലേ ചേച്ചി? ഞാൻ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇല്ല നമ്മൾ ഇനി ഈ വേദിയില് വേണ്ട, ഇനി ചിരി, ഒന്ന് ചിരി മാത്രം കേട്ടോ. അപ്പൊ നിങ്ങളുടെ പെർഫോമൻസ് കാണാനാണ് നമ്മൾ വെയിറ്റ് ചെയ്യണത്. അലീന, ഓൾ ദ ബെസ്റ്റ്. കാശ് ഫുൾ ചാർജ് ആവണം, പൊളിക്കണം. ഓക്കെ, അടിപൊളിയായിട്ട് കിറ്റ് പെർഫോം ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. പെണ്ണ് കേട്ടിണ കുറിയെടുക്കുമ്പോ ഇപ്രാവശ്യെങ്കിലും ഒരു നറുക്കിന് ചേർക്കണേ. പടച്ചറപ്പേ, ചങ്ങായി പിന്നെയും വിളിക്കണ്ടല്ലോ. ഇങ്ങളിങ്ങനെ ഇടക്ക് വിളിച്ചിട്ട് ഞമ്മളെ ബേജാറാക്കല്ലാന്ന്. ഇങ്ങള് ഒരു കാര്യം ചെയ്യ്, വൈകുന്നേരം ലോഡായിട്ട് വന്നോളി, ലോറി കൊണ്ടുപോയിക്കോളി. ലോറി ആയിട്ട് വന്നോളി, ലോഡ് കൊണ്ടുപോയിക്കോളി. നമ്മളൊരു വാക്ക് പറഞ്ഞ വാക്കാന്ന്. പിന്നെ ആരാണ്ട നമ്മളെ രാവിലെ തന്നെ മൊയ്താക്കണ്? ആരാന്ന് മൊയ്താക്കിയതല്ല അവിടെ ഇജാരാണ്? നമ്മള് മൂസ. മോശാണെങ്കിൽ നമ്മൾ അതിലും വലിയ മോശ. നമ്മളെ പേര് മൂസ. പടവാ അന്റെ പേര് മോശാണെങ്കിൽ ഞമ്മളെടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. പേരിട്ടോരെടുത്ത് വന്ന് പറയും. പഠിച്ച തമ്പുരാണിക്കാലോ. ഹലോ, നമ്മൾ കെട്ടുപണി മൂസ. അങ്ങനെ പറയും. അഞ്ചൊക്കെ കെട്ടുപണി മോശമായതുകൊണ്ടാണ് ഈ ബംഗാളികൾ ഇവിടെ വന്ന് ഇങ്ങനെ പണിയെടുക്കണേ. ഇയാളോട് ഇപ്പൊ ഞാനിത് എങ്ങനെ പറഞ്ഞു? നിങ്ങളെ കജ്ജാള അസർപ്പുണ്ടല്ല, ഓ പറഞ്ഞയച്ച മൂസയാണ് ഞമ്മള്. ഓ, ആ മൂസ. സമൂസയും പയമ്പരൊന്നല്ല. നിങ്ങൾ ഞമ്മളെ തൂക്കട്ടുണ്ടണ ഇത് കണ്ട. ഇതെന്താന്നറിയാ? ഇത് നമ്മൾ തേപ്പ് പലക, പിന്നെ നമ്മളെ തേപ്പ് കരണ്ടി, അങ്ങനെ ചട്ടി, കൊട്ട, വട്ടി എന്നിവ സ്വന്തമായിട്ടുള്ള വയനാട്ടിലെ ഏക കെട്ടുപണിക്കാരൻ മൂസ. മൂസ മൂസ പിടിച്ചേനക്കായും വലുതാണ് എന്റെ മടേരി. ഹലോ, ഞമ്മക്ക് വേറെ ബ്രാഞ്ചേ ഇല്ല. നമുക്ക് കിടക്കണ മരങ്ങള് കണ്ട എന്തോരം വലിയ മരാണ്, നല്ല നീളുണ്ടല്ല. ഇതൊക്കെ എന്ത് എനിക്കറിയോ? വരച്ച വരയില് മരം മുറിച്ചുകൊണ്ടുപോകാനാണ് ഈ മരം മൊയ്തു. എന്നിട്ടാണ് ആ പാത്തൂന്റെ പേരന്റെ മേലെ കൂടെ വരം മുറിച്ചിട്ട്. അത് വരച്ചോന് ശരിയില്ലാഞ്ഞിട്ടല്ലേ? അതൊക്കെ അവിടെ നിക്കട്ടെ. എന്നിട്ട് പാത്തൂന്റെ പെര കെട്ടിക്കൊടുത്താ പാത്തൂനെ കെട്ടി. ആദ്യമായിട്ട് വന്നതല്ലേ, അവിടെ പോയിട്ട് കൊമ്പെട്ടിക്ക. നമ്മൾ ഈ മിഷീനൊന്ന് നോക്കട്ടെ. ആദ്യമായിട്ട് വന്നവർക്ക് അതൊരാചാര. എന്തെങ്കിലും ആവട്ടെ. എടാ ഇത് എന്താണ് അവിടെ കാട്ടണേ? നിങ്ങളല്ലേ പറഞ്ഞു ഇവിടെ കുമ്പിട്ടിക്കാന്? കുമ്പിട്ട് കാണാനോ പറഞ്ഞ? കൊമ്പ് കെട്ടാനല്ലേ പറഞ്ഞത്? എന്നാ പിന്നെ ഒരു കാര്യം വരുമ്പോ നിങ്ങൾക്ക് തെളിച്ച് പറഞ്ഞൂടെ കാക്ക? ഞമ്മക്ക് കിട്ടണത് ഇങ്ങനെ ബക്കും മുറിയും പൊട്ട ഓരോ സാധനങ്ങൾ. എന്താണ് ഇത് ഷാട്ടാണില്ലാന്ന്. മോട്ടറിൽ എണ്ണുണ്ടോ നോക്കി. കുരുത്തം കെട്ടോന്റെ വണ്ടി കേറിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായിക്കണേ. എന്താന്ന്? മൂട്ടിലെണ്ണല്ലേ? പടച്ചിറപ്പേ, മൂട്ടിലെണ്ണല്ല, മോട്ടറിൽ എണ്ണുണ്ടോ നോക്കിന്ന്. എന്താ ഒരു കാര്യം പറയുമ്പോ തെളിച്ചും കണ്ട് ഇച്ചും പറയണ്ടേ? ഇപ്പൊ ഞമ്മള് നേരക്കായ പാർട്ടിനോട് ഇപ്പൊ ഞാൻ എന്താ പറയാ? അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ, ആയിരം ആയിരം അഭിവാദ്യങ്ങൾ. 1000 അല്ല 2000. മനുഷ്യനെ താടിക്ക് തിച്ചു പിടിക്കുമ്പോഴാ ഓന്റെ ഒരു വീടിക്ക് തിച്ചു വയ്ക്കല്. പടച്ചറബേ, പെണ്ണുങ്ങളാണല്ലേ പെരീന്ന് വിളിച്ചിടേ. ഇവളോട് ഇപ്പൊ അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ ഓള് ഇങ്ങോട്ട് പറയും. അന്നോട് ഈ നേരത്തെ വിളിക്കത്തിന് പറഞ്ഞിക്കണ അടി വിളിച്ച കാര്യം പറയും. മൈന്താക്ക് ആരെ? ഓ മൊയ്താക്ക. മൂപ്പരതാണ് മോട്ടർ നന്നാക്കണെന്ന്. മോട്ടർ നക്കല്ലാന്ന്, മോട്ടർ നന്നാക്കണെന്ന്. അടി വിളിച്ച കാര്യം പറ. എപ്പോ? എവിടുന്ന്? എന്ത് പടച്ചറബേ, കുടുങ്ങിയല്ല മുതലാളി. എന്താണ്ട് നമുക്ക്
മണിക്ക് വെട്ടുകൊണ്ട് അടച്ച റബ്ബേ, കത്തിയായിട്ട് കളിക്കുമ്പോ സൂക്ഷിച്ചും കണ്ട് കൈകാര്യം ചെയ്യാൻ ഇതപ്പോ കുടിയല്ല നോക്കി നിങ്ങളെ മോന് മണിക്കേ അവനത് വെട്ടുകൊണ്ടിരുന്നേ. ഇതാ പറഞ്ഞ ഒരു കാര്യം പറയുമ്പോ തെളിച്ചും കണ്ടു പറയണെന്ന്. ഒരു ടിപ്പിക്കൽ മലപ്പുറം ജോക്സ് ആയിരുന്നു, വൺ ലൈനേഴ്സ്. മീൻസ് ഞാൻ അവിടുത്തെ കാര്യമായോണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഹംകേന്ന് കേട്ടിട്ട് കുറെ വർഷങ്ങളായി. അതിന്റെ കൂടെ വേറെ എന്തോ പറയുമല്ലോ. അതൊക്കെ പറയാത്ത എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, എന്നാ ഒന്നും പറഞ്ഞിട്ടുമില്ല. നന്നായിരുന്നു, സൂപ്പർ, നല്ല എനർജി ആയിരുന്നു ആൻഡ് നല്ല ആശയം. ഹാപ്പി ആയില്ലേ രണ്ടുപേരും? താങ്ക് യു. നമുക്ക് അവർക്കും കൂടെ എന്നാ പറയാനുള്ളതെന്ന് കേൾക്കാം. യെസ്, നല്ല സ്കിറ്റ് കേട്ടോ, നന്നായിരുന്നു. സിബിനെല്ലാം ഭയങ്കര ഉള്ളിന്ന് എനിക്ക് ഞാൻ ചിരിച്ചപ്പോഴെന്നറിയാം, എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്ന ക്ലൈമാക്സിലാണ്. എനിക്ക് ആ വേദന ഉള്ളിൽ തട്ടി. കറക്റ്റ്. അതുവരെ ഞാൻ പിടിച്ചിരുന്ന ചെറിയ ചിരി, ലൈറ്റ് ചിരിയൊക്കെ കൊടുത്തിരുന്ന ക്ലൈമാക്സിൽ എന്റെ പൊന്നേട്ടാ. ഇക്ക പറഞ്ഞില്ലേ, അതെ, ഉള്ളി വിട്ടിട്ട് ഒരു ഗ്യാങ് ആയിട്ട് നിന്നിട്ടേ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം നമ്മളൊരു കോമ്പിനേഷൻ സ്കിറ്റ് കളിച്ചിട്ട് അതിലൊരാൾ പോകുമ്പോ നമുക്കത് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. വീണ്ടും കുറെ നാളിന് ശേഷം അവർ ഒരുമിച്ച് വന്നപ്പോൾ നല്ല രസമായിരുന്നു. അത് നിങ്ങളുടെ കെമിസ്ട്രി ആണത്. അത് എത്രത്തോളം ചാർജ് ആയി എന്നുള്ളത് നമുക്ക് ഇനി നോക്കാം. നമ്മുടെ ബാറ്ററി പുറകിലാ വരുന്നത്, നോക്കാം. ഓക്കെ, വായോ 15,000 rupees ആണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവാൻ പോകുന്നത്. അല്ല, ഇതൊക്കെ ജസ്റ്റ് ഒരു വാമപ്പ് ആയിട്ട് ഇക്കെടുത്താ മതി. അടുത്ത പ്രാവശ്യം വരുമ്പോ നമ്മൾ ഡബിൾ ചാർജ് ചെയ്യണം കേട്ടോ. പക്ഷെ നന്നായിരുന്നു, നല്ല എനർജി ആയിരുന്നു, നല്ല ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ. അപ്പൊ ഈ ചിരിപ്പിച്ച 2 മുത്തുമണികൾക്ക് നമുക്ക് മനസ്സില് വേറെ എന്തോ ഒന്നുമില്ല, മണിയായിരുന്നല്ലോ ഒരു ക്ലൈമാക്സ്. മണി ഞാൻ പിടിച്ചടിച്ചേ ഉള്ളൂ. ഒന്ന് ശരിയാ, എന്ത് തേങ്ങ ഇവിടെ ബാങ്ക് ഓഫ് ബോംബെ പൈസ ട്രാൻസ്ഫർ ചെയ്യൂ. ഓക്കെ, ഒരു 2000 രൂപ എനിക്ക് ചേച്ചി, ഞങ്ങൾ ഈ ക്യാഷ് മോഹിച്ച് വന്നതല്ല. ഞങ്ങൾ ഇത്രയും റിസ്ക് എടുത്ത് ഇവിടെ വന്നത് ഈ ഒരു ഫ്ലോറിൽ ഒരു പ്രോഗ്രാം ചെയ്യുക എന്നുള്ള ഉദ്ദേശം മാത്രമേ. അത് സാധിച്ചു, അത്രേ ഉള്ളൂ. അതിന് ഞങ്ങളെ പ്രാപ്തരാക്കിയത് വയനാട് ട്രാക്ക് വോയിസ് മിമിക്സ് ട്രൂപ്പാണ്. ചേച്ചി, ഞാനിപ്പോ താമസിക്കുന്നത് പരപ്പനങ്ങാടി പാലത്തിങ്കൽ എന്ന് പറഞ്ഞ പ്രദേശത്താണ്. അവിടെ എനിക്കൊരു ക്ലബ് ഉണ്ട്. പിന്നെ ആ ക്ലബിലുള്ള എല്ലാ മെമ്പർമാർക്കും ഒരു ഹായ് പറയണം ചേച്ചി. ഓക്കെ, ക്ലബിന്റെ എല്ലാ മെമ്പേഴ്സിനും ഒരു വലിയൊരു ഹായ്. ഗ്രൂപ്പ് DD ഗ്രൂപ്പ്. ഓക്കെ, DD ഗ്രൂപ്പിന് നമ്മൾ എല്ലാരും ചേർന്ന് ഞങ്ങളുടെ ബാങ്ക് ഓഫ് മുംബൈ അതാ പൈസ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. 1500 and